കല്യാണരാമൻ സിനിമയിൽ പറയാറുണ്ട്, ചോറ് ചോറ് എന്നല്ലേ ചോദിച്ചത്, അക്ഷരം മാറിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. നമ്മളന്ന് വെള്ളാപ്പള്ളി ഇയാൾ വർഗീയതയാണ് പറയുന്നതെന്ന് കേരളം മുഴുവൻ പറഞ്ഞിട്ടും CPM അത് മനസ്സിലായില്ല. CPM പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരെ പറയുന്നത്, അതെങ്ങനെ മുസ്ലിം വിഭാഗത്തിനെതിരെ ആവുന്നത്. നവോത്ഥാന സമിതിയുടെ ചെയർമാൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം വളരെ പച്ചക്ക് വർഗീയത പറഞ്ഞപ്പോൾ അതൊന്നും വർഗീയതയല്ല, അത് ഇവിടുത്തെ ലീഗിനെതിരെ പറഞ്ഞതാണ് എന്ന് സാമാന്യവൽക്കരിച്ചു. അതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിലുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് കൂട്ടുകെട്ട് SIR ഉപയോഗപ്പെടുത്തിയെന്ന്. എന്തിൻ്റെ കൂടി പുട്ടിൻ്റെ കൂടെ തേങ്ങ ഇടുന്ന പറയുന്ന പോലെ എന്തിൻ്റെ കൂടി ജമാഅത്തെ ഇസ്ലാമി കൊണ്ടിടുന്ന ഒരു പരിപാടി ഇപ്പോഴും നിർത്തിയില്ല. SIR പോലെയുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഗതി വന്നപ്പോൾ CPM-ൻ്റെ ഈ 40,000 ഘടകങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? നമ്മൾ അന്നൊക്കെ പറയുന്നതാണ്, ഈ CPM വിതയ്ക്കുന്ന ഈ വർഗീയത കൊയ്യാൻ പോകുന്നത് BJP ആണെന്ന് നമ്മൾ മുമ്പൊക്കെ പറയുന്നതാണ്. BJP അത് ആ കൊയ്ത്തിന് അതിപ്പോൾ നിയമസഭയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് VD സതീശൻ്റെ ഒരു ആറാട്ടാണ്. അതായത് ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും VD സതീശൻ എന്നൊരു കമ്മ്യൂണിക്കേറ്റർ, VD സതീശൻ എന്നൊരു ഡിബേറ്റർ, അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നതോടുകൂടെ ഈ ആരോപണങ്ങളൊക്കെ നിഷ്പ്രഭമായി പോവാണ്. നമ്മൾ എന്തുകൊണ്ട് തോറ്റു? CPM ഒരു മാസത്തോളം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഭയങ്കര ചർച്ചയ്ക്കൊടുവിൽ അവർ കണ്ടെത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ സൽഭരണമായിരുന്നു, പക്ഷേ തോൽക്കാൻ കാരണം പുതിയ കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്, ഭയങ്കര രസകരമായ ഒരു കാര്യം വെള്ളാപ്പള്ളിയുടെ വിഷയത്തിലാണ്. നമ്മൾ കല്യാണരാമൻ സിനിമയിൽ പറയാറുണ്ട്, ചോറ് ചോറ് എന്നല്ലേ ചോദിച്ചത്, അക്ഷരം മാറിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. നമ്മളന്ന് വെള്ളാപ്പള്ളി ഇയാൾ വർഗീയതയാണ് പറയുന്നതെന്ന് കേരളം മുഴുവൻ പറഞ്ഞിട്ടും CPM അത് മനസ്സിലായില്ല. CPM പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരെ പറയുന്നത്, അതെങ്ങനെ മുസ്ലിം വിഭാഗത്തിനെതിരെ ആവുന്നുള്ളത്. ഇപ്പം ജനങ്ങൾ തലക്ക് കനത്ത അടി നൽകിയപ്പോൾ അവർ പറയുകയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരെയല്ല, മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ളത്. അതേപോലെ മറ്റു കുറേ വിഷയങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. ഈ CPM-ൻ്റെ ഈ അത്ഭുതകരമായ കണ്ടെത്തലിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, CPIM എത്രത്തോളം ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയവും അതിൻ്റെ ഈ വിലയിരുത്തൽ. അതായത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആയിട്ട് ഗോവിന്ദൻ മാഷ് പറയുന്നത് ഇത് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായിട്ട് നിരന്തരം ഇടപഴകുന്ന ഒരു പാർട്ടിയായിരിക്കും രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ. അതാണ് അത് ഈ താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് അദ്ദേഹം നടത്തിയത്. കാരണം അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ, അതല്ലെങ്കിൽ CPM-ൻ്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനകീയ വികാരത്തിൻ്റെ എന്തെങ്കിലും പൊട്ടും പൊടിയെങ്കിലും ഇലക്ഷന് മുമ്പേ കിട്ടുമായിരുന്നു. അത് കിട്ടില്ല എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളെ മുഴുവൻ പുച്ഛത്തോടെ തള്ളിക്കളയായിരുന്നു. ക്യാപ്റ്റൻ 3.0 ലോഡിങ്. അതെ. അപ്പോൾ ഈ പിണറായിയുടെ മുഖം മാത്രം വെച്ചിട്ടുള്ള ആ ഒരു സംസ്കാരത്തെ CPM-കാർ തന്നെ വിമർശിക്കുന്നു. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം അത് കൃത്യമായിട്ടുണ്ടായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും പ്രതിഫലിച്ചത്. പക്ഷെ അത് ഇല്ല എന്നിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വെള്ളാപ്പള്ളിയുടെ വിഷയം, അതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞു. CPM ചരിത്രത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം SNDP എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ടോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുമായിട്ട് പോലും വ്യക്തിപരമായിട്ടോ യാതൊരു പ്രശ്നവും മുസ്ലിം ലീഗിനില്ല. മുസ്ലിം ലീഗ് ഒരു കാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു, സംവരണ മുന്നണിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരുമിച്ച് നിൽക്കണം. ഇപ്പോഴും അങ്ങനെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആൾ LDF സർക്കാരിനെ തിരിച്ച് വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി. അതിന് അദ്ദേഹത്തെ CPM മുന്നിൽ നിർത്തി. അദ്ദേഹം നിരന്തരമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഹിന്ദുക്കൾക്ക്. CPM-ന് നേരിട്ട് പറയാൻ പറ്റാത്തത് അദ്ദേഹത്തിലൂടെ പറയും. ഒരു ടൂളായിരുന്നു ആ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിലേക്ക് മാറ്റി കൊടുക്കാമായിരുന്നു CPM-ന്. അതായത് ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, CPM-ന് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്നൊക്കെ പറയാമായിരുന്നു.
പക്ഷേ പിന്നെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം വളരെ പച്ചക്ക് വർഗീയത പറഞ്ഞപ്പോൾ അതൊന്നും പിന്നെ വർഗീയതയല്ല, അത് ഇവിടുത്തെ ലീഗിനെതിരെ പറഞ്ഞതാണ് എന്ന് സാമാന്യവൽക്കരിച്ചു. അതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിലുണ്ടായി. എന്നിട്ട് പോലും അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ ഒരു ഭാഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. ഭാഗികമായിട്ട് മാത്രമേ CPM പിന്നെ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞിട്ടുള്ളൂ, പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭാഗികമായി മാത്രമേ ഇപ്പോഴും അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള പേരുകൾ ഉയർത്തിക്കാട്ടി ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് കൂട്ടുകെട്ട് SIR-നെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത്. എന്തിൻ്റെ കൂടി പുട്ടിൻ്റെ കൂടെ തേങ്ങ ഇടുന്ന പറയുന്ന പോലെ എന്തിൻ്റെ കൂടി ജമാഅത്തെ ഇസ്ലാമി കൊണ്ടിടുന്ന ഒരു പരിപാടി ഇപ്പോഴും നിർത്തി. തോൽവിയുടെ ഒരു കാരണം SIR ആണെന്നാണ് പറയുന്നത്. അപ്പോൾ SIR-നെ ഉപയോഗിച്ചു ഇവിടുത്തെ പിന്നെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച മനുഷ്യരല്ല. അവിടെ CPM-മാർ അത് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ഷീണം CPM-ന് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു പാർട്ടി പിന്നെ SIR പോലെയുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഗതി വന്നപ്പോൾ CPM-ൻ്റെ ഈ 40,000 ഘടകങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അല്ല, മുസ്ലിം ലീഗ് അതിൽ കൃത്യമായി പണിയെടുത്തിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. അല്ല, അതൊരു ജനാധിപത്യ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ SIR കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരു ഇടതുപക്ഷ സംസ്ഥാനത്ത് ഇടതുപക്ഷ മനസ്സുള്ള എല്ലാ മനുഷ്യരും എന്ത് ചെയ്തു? ഈ SIR-ൽ പിന്നെ അപാകതകൾ വരാതിരിക്കാൻ വേണ്ടി സ്വയം ഇറങ്ങിത്തിരിച്ച് അവിടെ CPM-കാരുണ്ടായിരുന്നില്ല എന്നാണ് CPM പറയുന്നത്. അപ്പോൾ SIR ഞങ്ങളെ തോൽപ്പിച്ചു, വെള്ളാപ്പള്ളി ഞങ്ങളെ തോൽപ്പിച്ചു, അയ്യപ്പ സംഗമം ഞങ്ങളെ തോൽപ്പിച്ചു. പിന്നെ ഈ ധാർഷ്ട്യം, അതായത് നേതാക്കളുടെ ധാർഷ്ട്യം, അതൊക്കെ കമ്മിറ്റികളുടെ ചർച്ച പുറത്തേക്ക് വന്നു. മേലോട്ടെത്തിയപ്പോൾ അതൊന്നും ഇല്ല, നേതാക്കളുടെ ധാർഷ്ട്യമൊക്കെ പോയി. ഈ ധാർഷ്ട്യമുള്ള നേതാവിനെ തന്നെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കി. കേരളം മൊത്തത്തിൽ ഒരു മാറ്റം അവിടെ പ്രതീക്ഷിച്ചിരുന്നു. CPM നന്നായി പോകുമെന്നുള്ള ഒരു പേടി ഈ പുതിയ ചില വിലയിരുത്തലുകളിലൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളത് ചെയ്ത് തെറ്റായിപ്പോയി, ഇത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ചിലരെങ്കിലും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം CPM-ഉം കേരളത്തിൽ അനിവാര്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും പിന്നെ BJP 3 സീറ്റിൽ വിജയിച്ച ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നും ഇടതുപക്ഷമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ആളുകൾ. നമ്മൾ അന്നൊക്കെ പറയുന്നതാണ് ഈ CPM വിതയ്ക്കുന്ന ഈ വർഗീയത കൊയ്യാൻ പോകുന്നത് BJP ആണെന്ന് നമ്മൾ മുമ്പൊക്കെ പറയുന്നതാണ്. അതെ, BJP അത് ആ കൊയ്ത്തിന് അതിപ്പോൾ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM-ൽ തന്നെ ചില ആളുകൾ സമ്മതിക്കുന്നുണ്ട്. ഒന്ന്, ശൈലി മാറ്റണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പരാജയത്തിന് ശേഷം പിണറായി വിജയൻ്റെ ഉൾപ്പെടെ ശൈലി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയ പിന്നെ ധാർഷ്ട്യമൊന്നും ഇപ്പോൾ മുഖത്ത് കാണാനില്ല. പെരുമാറ്റത്തിലും ശരീരഭാഷയിലൊക്കെ നല്ല മാറ്റം കാണുന്നുണ്ട്. ഗോവിന്ദൻ മാഷിൻ്റെ പിന്നെ വീട്ടിൽ വരെ വിമർശനം നേരിടേണ്ടി വന്നു എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അതായത് ഗോവിന്ദൻ മാഷ് സ്വന്തം ഭാര്യയെ മത്സരിപ്പിച്ചു, അതിപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ തലയിൽ കൊണ്ട് ഇട്ടു പുള്ളി. പത്രസമ്മേളനം ഓരോ പത്രസമ്മേളനത്തിലും പിന്നെ 500 വോട്ട് വീതം നഷ്ടമാകുന്നു എന്നുള്ള. പക്ഷെ ഇന്നലത്തെ പ്രസ് മീറ്റ് 1000 വോട്ട് നഷ്ടമാകുന്ന പറഞ്ഞത് ആളുകൾ. കമന്റ്സ് ഭയങ്കര രസമാണ്. പിന്നെ കണ്ണൂർ ബെൽറ്റ് CPM-ൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. ആ ബെൽറ്റ് ഒന്നായി തകിടം പറഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോയത്. അപ്പോൾ CPM അടിമുടി മാറാൻ വേണ്ടി ഒരു പ്ലീനം വിളിച്ച് ചേർക്കണമെന്ന ആവശ്യം CPM-നകത്ത് ധാരാളമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് മേൽത്തട്ടിലുള്ളത്. ഇപ്പോൾ ഈ പ്ലീനം വിളിച്ചാലും ഇപ്പോൾ ഇവർ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത് PV-യിൽ വോട്ടിനിട്ട് കണ്ടാണ്. ആ പ്രതിപക്ഷ നേതാവ് ആവേണ്ട ആളടക്കം പിണറായി വിജയൻ അടക്കം വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം വിജയിച്ചു വന്നിരിക്കുന്നത്. ഈ കേരളത്തിലെ ലോബി അതൊരു ട്രസ്റ്റാണ്. ഞാനും അപ്പനും പറഞ്ഞ ട്രസ്റ്റാണത്. അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് ഒരു ശക്തമായൊരു പ്രതിപക്ഷം കേരളത്തിൽ വേണം, ഇന്ത്യയിൽ വേണം. അപ്പോൾ BJP സർക്കാരിന് ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ലൊരു പ്രതിപക്ഷം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരള നിയമസഭ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എണീറ്റിരിക്കുന്ന KN ബാലഗോപാലാണ്. ബാലഗോപാലിന് പ്രത്യേകിച്ചൊരു പൊസിഷനൊന്നും ഇല്ല. പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞ പോസ്റ്റിന് വേണ്ടി അവർ അടിപിടിക്കുകയാണ് CPI-യും CPM-ഉം. പക്ഷെ ആ ഉപനേതാവ് സ്ഥാനം ഇവർക്ക് ബാലഗോപാലിന് കൊടുക്കണം. പക്ഷെ ബാലഗോപാലിന് കൊടുത്തില്ല. പക്ഷെ ബാലഗോപാൽ ആ സ്ഥാനത്തിരുന്ന് എണീറ്റിരിക്കുകയാണ്. നമ്മളെ നിലവിലെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പറ്റുന്നില്ല. അത് CPI-യുമായിട്ട് തർക്കം നിലനിൽക്കുകയാണ് നേതൃസ്ഥാനം വേണമെന്നുള്ള കാര്യത്തിൽ. ഇവിടെ പിന്നെ പലരും പറഞ്ഞു പിണറായി VS-ൻ്റെ തുടർഭരണം സംഭവിക്കാതിരിക്കാൻ കാരണം പിണറായിയാണെന്ന് പറയാറുണ്ട്. അത് ഈ അടുത്തും പലരും പറഞ്ഞിരുന്നു. അതായത് ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി തോൽപ്പിച്ച് കളഞ്ഞെന്നുള്ള. പിണറായിക്ക് തുടർഭരണം കിട്ടാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അതുതന്നെയാണ്.
അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിർത്തിയതുപോലെ ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരുന്നില്ല പുറത്ത് വന്നത്. അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു ലിസ്റ്റ് എഴുതി വായിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് അനഭിമതരായിട്ടുള്ള ഒരുപാട് ആളുകൾ കടന്നുകൂടുകയും ഈ നിയമസഭയിൽ ഉണ്ടാകണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിച്ച, CPMകാർ ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുകയും ചെയ്തു. ഒരുപാട് ആളുകൾ ഇപ്പോൾ നിയമസഭയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് VD സതീശൻ്റെ ഒരു ആറാട്ടാണ്. അതായത് ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും VD സതീശൻ എന്നൊരു കമ്മ്യൂണിക്കേറ്റർ, VD സതീശൻ എന്നൊരു ഡിബേറ്റർ, അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നതോടുകൂടെ ഈ ആരോപണങ്ങളൊക്കെ നിഷ്പ്രഭമായി പോവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബദലായിട്ട് ഇപ്പുറത്ത് ഒരാൾ ഇല്ല എന്ന് മാത്രമല്ല, ഉള്ള പിണറായി വിജയൻ ഇവിടുന്ന് വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് 2 ദിവസം കഴിഞ്ഞു. ഞാൻ ആരോ പറയുന്നത് കേട്ടു, ഇപ്പോൾ ഇന്ന് സഭയിൽ ആരെങ്കിലും ഒരു സംഗതി ഉന്നയിച്ചാൽ പിന്നെ അത് പഠിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് മറുപടി പറയുന്നത്. കാരണം ഈ VD സതീശൻ അത് കഴിഞ്ഞ ഇവിടുന്ന് എണീറ്റ് നിന്ന് പുള്ളി മറുപടി അറിയാം. ഇപ്പോൾ പുള്ളി എന്തോ റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് എന്തോ പറഞ്ഞു, പുള്ളി അത് ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്ത്. അതായത് പിന്നെ ഫാഷിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ചില ചരിത്ര സന്ധികളിൽ ഒന്നിച്ചിട്ടുണ്ട്. അത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഹിറ്റ്ലറും പിന്നെ സ്റ്റാലിനും ഒരുമിച്ച ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ BJPയും CPMും പിന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചതിൻ്റെ ഒരു വേറൊരു വേർഷനായിട്ടാണ് ആ ചരിത്രം മുന്നോട്ട് വെക്കുന്നത്. പിന്നെ 2ാം ലോകമഹായുദ്ധം കനത്ത സമയത്ത് മാത്രമാണ്, അതായത് റഷ്യ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതിൻ്റെ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചരിത്ര സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ വെറുതെ ഗൂഗിൾ എടുത്ത് പിന്നെ സെർച്ച് ചെയ്തിട്ട് അപ്പോൾ തന്നെ മറുപടി പറയാൻ സാധിക്കുന്ന ആളുകൾ അവിടെ വേണം മിനിമം. ഇല്ല, ഗൂഗിൾ അവിടെ അവൈലബിൾ ആവില്ല. ഗൂഗിൾ വേണ്ട. പാർട്ടി പഠിച്ച ആളുകളാണല്ലോ പാർട്ടിയുടെ നേതാക്കളും MLAമാരൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ പാർട്ടിയുടെ പഠനത്തിൽ റഷ്യൻ വിപ്ലവവും അതൊക്കെ എന്തായാലും ഒരു മിനിമം അറിഞ്ഞിരിക്കണം. ബോൾഷെവിക് വിപ്ലവം മുതൽ 1917 മുതലുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പഠിക്കണ്ടേ മിനിമം. ചൈനീസ് വിപ്ലവത്തിൻ്റെ ചരിത്രം പഠിക്കണ്ടേ, മാവോ സേതുങ്ങിനെക്കുറിച്ച് പഠിക്കണ്ടേ. അപ്പോൾ ഈ സാമാന്യ ചരിത്രധാരണയുള്ള ആർക്കും ഇതിന് മറുപടി പറയാൻ കഴിയും. പക്ഷെ ആ മറുപടിക്ക് വേണ്ടിയിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ദുർബലമായൊരു പ്രതിപക്ഷമായിട്ടാണ് ഇപ്പോൾ CPM നിൽക്കുന്നത്, LDF നിൽക്കുന്നത്. അവിടെ തന്നെ തമ്മിലടിയാണ്. CPMും CPIയും പരസ്പരം പരാജയത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കുന്നുണ്ട്. CPIയെ ഭരണ സമയത്ത് എങ്ങനെയൊക്കെയാണോ അവഗണിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും CPI അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് LDFന് വരണമെങ്കിൽ ഒന്ന്, പരാജയ കാരണങ്ങൾ സത്യസന്ധമായിട്ട് വിലയിരുത്തപ്പെടണം. രണ്ടാമത്, ഇപ്പോൾ നവീകരണ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് കുറേ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പ് QR കോഡ് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ കോൺഗ്രസ്സുകാരാണ് അതിൽ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ബൂർഷ്വാ രീതികളാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ അതിലേക്ക് വരികയാണ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം തേടുന്ന ഒരു ഗതികേട്. അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഒരു പുതിയ കാലത്തേക്ക് CPM ചുവട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നിലവിലുള്ള ധാരണകൾ മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ CPMനകത്ത് കടന്നുകൂടിയിട്ടുള്ള CPM ഉണ്ടാക്കിയെടുത്ത ഒരു പിന്നെ സംഘീബോധം ഉണ്ട്. അതിൻ്റെ പ്രതിഫലനമാണിപ്പോൾ പലപ്പോൾ DYFIയുടെ ഒരു പരിപാടിയിൽ KN കുഞ്ഞഹമ്മദ് പങ്കെടുക്കുമ്പോൾ ഇയാളെയൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കണോ, ഇയാൾ നമ്മളെ തിരിഞ്ഞു കുത്തൂലേ? KN പോലും സ്വത്വബോധത്തിൻ്റെ പേരിൽ, സ്വന്തം സ്വത്വത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പോലും പലർക്കും അറിയില്ല. KN തന്നെ എന്താണെന്നുള്ളത് അതുപോലും അദ്ദേഹത്തിന് ദയനീയമായി ഫേസ്ബുക്കിലൂടെ KN ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ചെയ്ത സംഭാവനകൾ എന്താണെന്ന് അറിയാത്ത, KNൻ്റെ പുരോഗമന പ്രഭാഷണങ്ങളൊന്നും കേൾക്കാത്ത, നമ്മൾ ഈ പുകാസന്ന് കേട്ടു തുടങ്ങിയത് അദ്ദേഹത്തിലൂടെ നമ്മുടെ കുട്ടിക്കാലത്ത്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ നിരന്തരമായിട്ട് KN കേൾക്കുന്ന ഒരാളാണ്, വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെപ്പോലെ ഉള്ള ആളുകളുടെ ആ ഒരു സമീപനം പോലും ഇല്ലാത്ത ആളുകൾ DYFIക്കകത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ DYFI മാറണം. അപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് CPM ഉണ്ടാക്കിയെടുത്ത പൊതുബോധത്തിൻ്റെ ഇരകളായിട്ട് അവിടെ DYFIക്കാരും SFIക്കാരും നിൽക്കുമ്പോൾ മാറ്റം എവിടുന്ന് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ CPM വലിയ പുനർവിചിന്തനത്തിന് വിധേയമാകേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. നമുക്കങ്ങനെ കൺക്ലൂഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. താങ്ക് യു.